മെൽബണിലെ തെരുവുകളിലൂടെ ടാക്സി ഓടിക്കുന്നതിനിടെ പ്രഭാഷ് മൂളിയ പാട്ടാണ് ഭാജിയെ മലയാളത്തിലേക്ക് ആകർഷിച്ചത്. മലയാളം പാട്ടുകൾ വെറുതെ പാടുകയല്ല, ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കി ഭാഷയുടെ ഭാവം ഒട്ടും ചോർന്നു പോകാതെയാണ് ഭാജി പാടുന്നത്. ദേശാഭിമാനി സബ് എഡിറ്റർ വൈഷ്ണവ് ബാബുവാണ് ഭാജിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. ഭാജിക്ക് മലയാള സംഗീതം എന്നാൽ ജീവനാണ്. കേരളത്തോടോ അതിലേറെ ഇഷ്ടവും. ആ ഇഷ്ടമാണ് എന്നെ ഭാജിയിലേക്ക് അടുപ്പിച്ചത്. ഞാൻ തുടക്കത്തിൽ അദ്ദേഹത്തോട് സ്റ്റോറി ചെയ്യണമെന്ന് ആവശ്യമായി സമീപിച്ചപ്പോൾ തന്നെ അദ്ദേഹം നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും എനിക്ക് വിശദീകരിച്ചു തന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ജോലിക്കിടയിലും ചെറുപ്പകാലത്തുണ്ടായ ചെറിയ സംഭവങ്ങൾ വരെ എന്നോട് വിവരിക്കുകയുണ്ടായി. ചെറുപ്പത്തിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അതിനെ അതിജീവിച്ചുകൊണ്ട് സംഗീതത്തെ എങ്ങനെ സ്നേഹിച്ചു, അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെ മെൽബണിലെ ടാക്സി ഡ്രൈവറായി എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ഈ സംഗീത യാത്ര ഏവർക്കും ഒരു അനുഭവമാകുന്ന തരത്തിലാണ്. ആലിംഗനങ്ങളിൽ മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി അതിരുകളില്ലാത്ത മലയാളി സ്നേഹം വീണ്ടും ഒരു മനുഷ്യന്റെ മനസ്സ് നിറച്ചിരിക്കുകയാണ്. പഞ്ചാബ് സ്വദേശിയായ സരബ്ജിത് സിംഗ് എന്ന ഭാജിയുടെ സംഗീതയാത്ര ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ വന്നതോടെ വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ഒഴുകിയെത്തിയ ഈ സ്നേഹത്തിനും ചേർത്തു പിടിക്കലിനും നന്ദി അറിയിക്കുകയാണ് ഭാജി. We are especially thankful to Deshabhimani newspaper in Kerala, Vaishnav ji, for covering our story and introducing us to their readers. We have received a great response after that story was published in their newspaper. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. We wish to congratulate whole Malayalam community across the world for Onam festival, making Mahabali fill your homes with happiness, health and endless prosperity. We wish you all a happy Onam. Have a great season. Thank you so much.